നമസ്കാരം സുഹൃത്തുക്കളെ. രാത്രിയുടെ അഗാധമായ നിശബ്ദത. ചുറ്റും നിശബ്ദത മാത്രം. നിങ്ങൾ ഗാഢമായ ഉറക്കത്തിലാണ്. പകലിന്റെ ക്ഷീണത്തിന് ശേഷം നിങ്ങളുടെ ശരീരവും മനസ്സും വിശ്രമിക്കുന്നു. എന്നാൽ പെട്ടെന്ന് നിങ്ങളുടെ ഉറക്കം മുറിയുന്നു. മുറി മെല്ലെ തുറന്ന് എഴുന്നേൽക്കുന്നു. നിങ്ങൾ ഒരു തരം ആശയക്കുഴപ്പമുള്ള അസ്വസ്ഥത അനുഭവിക്കുന്നു. ക്ലോക്കിലേക്ക് നോക്കുന്നു. ഓരോ തവണയും നിങ്ങൾ ഉണരുമ്പോൾ ക്ലോക്ക് പുലർച്ചെ 3-5 മണിക്കും ഇടയിലുള്ള സമയം കാണിക്കുന്നു. നിങ്ങളുടെ ഉറക്കം മുറിയുന്നതിനുള്ള കാരണം മൂത്രമൊഴിക്കേണ്ടി വരുന്നതാണ്. ഇത് പലർക്കും പതിവായി സംഭവിക്കുന്ന സാധാരണ അനുഭവമായിരിക്കാം. ഒരുപക്ഷേ രാത്രിയിൽ കൂടുതൽ വെള്ളം കുടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ പ്രായത്തിനനുസരിച്ച് ശരീരത്തിൽ വരുന്ന സ്വാഭാവിക മാറ്റങ്ങൾ കൊണ്ടോ ഇത് സംഭവിച്ചതായിരിക്കാം എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാകാം. എന്നാൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് നിന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഈ സമയത്ത് മാത്രം നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഇത് രാത്രി 12 മണിയോ അല്ലെങ്കിൽ രാവിലെ 6 മണിയോ അല്ലാത്തത്? ഇന്ന് നിങ്ങളുടെ മനസ്സിനെ വേട്ടയാടുന്ന ഒരു രഹസ്യം ഞാൻ പങ്കിടാൻ പോകുന്നു. ഇത് ഒരു സാധാരണ സംഭവമല്ല. ഇത് പ്രപഞ്ചത്തിലെ ആഴത്തിലുള്ള നിഗൂഢമായ ശക്തികളാൽ നിങ്ങൾക്ക് അയച്ച ഒരു ആത്മീയ സൂചനയാണ്. ഇത് നിങ്ങൾ ഇത്രയും നാൾ അവഗണിച്ച ഒരു വിളിയാണ്. പുലർച്ചെ 3 മുതൽ 5 മണി വരെ നിങ്ങൾ ഉണരുന്നത് നിങ്ങളുടെ വിധിയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു അത്ഭുതകരമായ ബന്ധമാണിത്. ഇത് അറിഞ്ഞതിന് ശേഷം ഈ സംഭവത്തെ നിങ്ങൾക്ക് ഒരിക്കലും സാധാരണമായി കണക്കാക്കാൻ കഴിയില്ല. നമ്മുടെ പുരാതന ഹിന്ദു ഗ്രന്ഥങ്ങളായ വേദങ്ങളിലും പുരാണങ്ങളിലും സമയം എന്നത് വെറുമൊരു ഘടികാര ശബ്ദമായിരുന്നില്ല. സമയം ഒരു ജീവനുള്ള ശക്തിയാണ്. അത് ഒരു ശക്തമായ രൂപമാണ്. 24 മണിക്കൂറിലും ഓരോ പ്രകാരവും അതിൻ്റേതായ ഊർജവും തനിമയും പ്രാധാന്യവും ഉൾക്കൊള്ളുന്നു. അവയിലെല്ലാം ആഴമേറിയതും ശക്തവുമായ സമയം ബ്രഹ്മമുഹൂർത്തമാണ്. അതായത് അതിരാവിലെ 3 മണി മുതൽ 5 മണി വരെ. ബ്രഹ്മമുഹൂർത്തം എന്ന വാക്ക് ബ്രഹ്മാവ് എന്നതിനെയും മുഹൂർത്തം എന്നതിനെയും ചേർത്താണ്. ബ്രഹ്മാവ് എന്നാൽ സൃഷ്ടാവായ ദൈവം, മുഹൂർത്തം എന്നാൽ സമയം. അതിനാൽ ഇത് ദൈവത്തിന്റെ സമയം എന്ന് അർത്ഥമാക്കുന്നു. ഇത് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന ശക്തി അതിന്റെ ഉച്ച സ്ഥായിയിൽ ആയിരിക്കുന്ന സമയമാണ്. രാത്രിയുടെ ഇരുൾ മെല്ലെ മാഞ്ഞ് പകലിന്റെ വെളിച്ചം വരാൻ തയ്യാറാകുന്ന ഈ നിമിഷം ഒരു അത്ഭുതകരമായ സന്ധ്യാസമയമാണ്. ഇത് പൂർണ്ണമായും രാത്രിയോ പകലോ അല്ലാത്ത ഒരു മാന്ത്രികമായ ഇടവേളയാണ്. ഈ പുണ്യനിമിഷത്തിൽ എല്ലാ ദൈവങ്ങളും മുനിമാരും ആത്മീയ സാധകരും ഭൂമിയിൽ സൂക്ഷ്മമായി അറിയപ്പെടാത്ത രൂപത്തിൽ സഞ്ചരിക്കുന്നു. ഈ സമയത്ത് പ്രപഞ്ചത്തിലെ എല്ലാ നല്ല ഊർജങ്ങളും ഭൂമിയോട് വളരെ അടുത്താണ് ഉണ്ടായിരിക്കുന്നത്. ഒരു വിചിത്രമായ ശാന്തത, വിവരിക്കാനാവാത്ത പരിശുദ്ധി, കാറ്റിന്റെ ഓരോ തരംഗത്തിലും ഒരു ആഴത്തിലുള്ള ദിവ്യത്വം വ്യാപിക്കുന്നു. ഈ സമയത്ത് സത്വഗുണം ഉച്ചസ്ഥായിയിലായിരിക്കും. ഈ സമയത്ത് കാറ്റിൽ ഒരു പുതിയ ഉന്മേഷം, ഒരു മൃദുലമായ തണുപ്പ് എന്നിവ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. ഇതിനുശേഷം പക്ഷികളുടെ സംഗീതം പോലെ ശബ്ദങ്ങൾ മുഴങ്ങാൻ തുടങ്ങും. അവയും ഈ ദിവ്യ നിമിഷത്തെ സ്വാഗതം ചെയ്യുന്നതുപോലെ. ഇപ്പോൾ ഇത്രയും പുണ്യമായ സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് മൂത്രമൊഴിക്കാൻ പോകുന്നത് ഇത്രയും ഉയർന്ന ശക്തികൾക്കും സമയത്തിനും എന്താണ് ബന്ധമെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ ഇവിടെയുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതാണ്. നിങ്ങളുടെ ധാരണയ്ക്ക് അതീതമാണ്. പ്രപഞ്ചത്തിലെ ഈ ഉയർന്ന ശക്തി തന്നെക്കുറിച്ചുള്ള ഒരു സന്ദേശം നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുമ്പോൾ അത് നേരിട്ട് ഒരു മാധ്യമത്തെയും തിരഞ്ഞെടുക്കില്ല. അതിന് ഒരു ഒഴുക്കൻ വഴി ഉണ്ട്. നിങ്ങളുടെ ശരീരത്തെയാണ് മാധ്യമമാക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിൽ മൂത്രം ഒഴിവാക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാക്കുന്നതിലൂടെ ആ ശക്തി നിങ്ങളെ ഗാഢനിദ്രയിൽ നിന്ന് ഉണർത്തുന്നു. ഇതൊരു രോഗമോ പ്രശ്നമോ അല്ല.
ഇതൊരു ദൈവിക അലാറമാണ്. നിങ്ങളുടെ കോശങ്ങളിൽ മുഴങ്ങുന്ന ഒരു ദൈവിക മണി. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഉണരുമ്പോൾ അതിനെ വെറും ശാരീരിക ആവശ്യമായി കണ്ട് കക്കൂസിലേക്ക് പോയി വീണ്ടും ഉറങ്ങാൻ പോകുകയാണെങ്കിൽ നിങ്ങൾ ഓരോ രാത്രിയിലും ദൈവം നിങ്ങൾക്കായി ഒരുക്കിയ ഒരു ദിവ്യ കൂടിക്കാഴ്ച നിങ്ങൾക്ക് നഷ്ടമാകുന്നു. ഇത് നിങ്ങളുടെ ആത്മാവ് ഉണരാൻ വിളിക്കപ്പെടുന്ന സമയമാണ്. നിങ്ങൾ അറിയാതെ ആ വിളി നിരസിച്ച് വീണ്ടും സ്വപ്നങ്ങളുടെ ലോകത്തേക്ക് തിരിച്ചു പോകുന്നു. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ദശലക്ഷക്കണക്കിന് ആളുകൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ സൂചന എനിക്ക് മാത്രം എന്തുകൊണ്ട്? ഇതിനുള്ള ഉത്തരം നിങ്ങളുടെ ആത്മാവിന്റെ യാത്രയിൽ മറഞ്ഞിരിക്കുന്നു. പ്രധാന കാരണം നിങ്ങളുടെ ആത്മാവ് അവബോധത്തിന്റെ വക്കിലാണ് ഇരിക്കുന്നത്. ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മങ്ങളിലോ നിങ്ങൾ ചെയ്ത പുണ്യങ്ങൾ, ചെയ്ത നേട്ടങ്ങൾ, അർപ്പിച്ച പ്രാർത്ഥനകൾ, ഇവയെല്ലാം ഇപ്പോൾ ഫലം നൽകാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ മാനസികാവസ്ഥ ഇപ്പോൾ ദൈവിക ശക്തികളെ നേരിടുന്നതിനും അവയുമായി ബന്ധപ്പെടുന്നതിനും സമാനമായ നിലയിലാണ് ആകുന്നു. പ്രപഞ്ചം അതിന്റെ അടുത്ത ഘട്ട യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളിൽ നിങ്ങളും ഒരാളാണ്. നിങ്ങളുടെ ഉണർവ് നിങ്ങളുടെ ഉള്ളിൽ ആത്മീയ ശക്തിയുടെ ഒഴുക്ക് വർദ്ധിച്ചുവരുന്നതിനെ കാണിക്കുന്ന ഒരു അടയാളമാണ്. നിങ്ങളുടെ ആത്മാവ് ഇപ്പോൾ ലോക ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ദിവ്യ ബോധത്തിൽ ഉണരാൻ ആഗ്രഹിക്കുന്നു. മൂത്രം ഒഴിക്കാൻ എഴുന്നേൽക്കുന്ന ആ പ്രേരണ വെറും ഒരു ഒഴികഴിവാണ്. യഥാർത്ഥ ലക്ഷ്യം ആ ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങളെ ഉണർത്തി ആ പ്രപഞ്ചശക്തിയുമായി ബന്ധിപ്പിക്കുക എന്നതാണ്. രണ്ടാമത്തെ പ്രധാന കാരണം നിങ്ങളുടെ പൂർവികരുമായി ബന്ധപ്പെട്ടതാണ്. ഹിന്ദുമതത്തിൽ പൂർവികരുടെ സ്ഥാനം ദൈവങ്ങളുടെ സ്ഥാനത്തിന് തുല്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അവർ ഇനി ശരീരത്തിൽ ഇല്ലെങ്കിലും സൂക്ഷ്മ ലോകത്തിൽ നിന്ന് തങ്ങളുടെ കുടുംബത്തെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് ആ സൂക്ഷ്മ ലോകത്തിനും നമ്മുടെ അന്തർമനസ്സിനും ഇടയിലുള്ള തിരശ്ശീല വളരെ നേർത്തതായി മാറുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മുടെ പൂർവികർക്ക് നമ്മളുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാൻ കഴിയും. നിങ്ങൾ എല്ലാ ദിവസവും പുലർച്ചെ 3 മണി മുതൽ 5 മണി വരെ കൃത്യമായി ഉണരുകയാണെങ്കിൽ അതൊരു സാധാരണ ശാരീരിക ചലനമല്ല. അവർ നിങ്ങൾക്ക് ഒരു സന്ദേശം അയക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ ഒരു ആഴത്തിലുള്ള സൂചനയാണത്. ഒരുപക്ഷേ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ അവർക്കായി ചെയ്യുന്ന പ്രാർത്ഥനകൾ, പിണ്ടദാനങ്ങൾ, ദീപം തെളിയിക്കൽ തുടങ്ങിയവ അവർ പ്രതീക്ഷിക്കുന്നുണ്ടാകാം. അവരുടെ സമാധാനത്തിനും മോക്ഷത്തിനും വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഒരു നല്ല കാര്യം അവർക്ക് പ്രയോജനകരമായേക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന സന്തോഷങ്ങളെക്കുറിച്ച് അവർ അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം. ഒരുപക്ഷേ മുന്നറിയിപ്പും ചില പ്രശ്നങ്ങളെ എളുപ്പത്തിൽ മറികടക്കാൻ സഹായിക്കുന്ന വഴികാട്ടൽ നൽകാൻ അവർ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് വളരെ ചുരുക്കത്തിൽ അവർക്ക് നിങ്ങളെ അറിയിക്കണം. നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് ഓർമ്മിപ്പിക്കാൻ അവർ വരുന്നു. നിങ്ങൾ എഴുന്നേറ്റ് കക്കൂസിലേക്ക് പോകുമ്പോൾ ആ സമയത്ത് അവർ നിങ്ങൾക്ക് വളരെ അടുത്താണ്. ആ നിമിഷം നിങ്ങൾക്കും നിങ്ങളുടെ പൂർവികർക്കും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുന്നു. മൂന്നാമത്തെ രഹസ്യമായ കാരണം നിങ്ങളുടെ ഇഷ്ടദേവനെ ചുറ്റിയുള്ളതാണ്. ഓരോ മനുഷ്യനും ഒരു ഇഷ്ടദേവൻ ഉണ്ട്, അതായത് അവന്റെ ആത്മാവ് ആഴത്തിൽ സ്വീകരിക്കുന്ന ഒരു ദൈവരൂപം. നിങ്ങളുടെ നിത്യജീവിതത്തിലെ തിരക്കുകളിലും കടമകളിലും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവനെ മറന്നുപോയേക്കാം. അദ്ദേഹത്തിന് നിങ്ങൾ സമയം ഒഴിവായില്ല, നിങ്ങളുടെ പ്രാർത്ഥനകൾ പറഞ്ഞില്ല. ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ ഉണരുന്നത് നിങ്ങളുടെ ഇഷ്ടദേവന്റെ ഒരു വിളിയാണ്. അദ്ദേഹം നിങ്ങളോട് മൃദുവായി പറയുന്നു, ഞാൻ ഇവിടെയുണ്ട്, നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഈ സമയം നിങ്ങൾക്കും എനിക്കുമിടയിലാണ്. എന്റെ അടുത്തേക്ക് വരൂ, സംസാരിക്കൂ. ഈ സമയം നിങ്ങളുടെ മനസ്സിന്റെ ഭാരങ്ങൾ ഇറക്കിവെച്ച് നിങ്ങളുടെ വികാരങ്ങൾ നേരിട്ട് ദൈവത്തോട് പറയാനുള്ള ഒരു ദിവ്യമായ അവസരമാണ്. ഈ സമയത്ത് ഒരു അപേക്ഷ, ഒരു പ്രാർത്ഥന പോലും 100 യാഗങ്ങൾക്ക് തുല്യമാണെന്ന്
വേദങ്ങൾ പറയുന്നു. ആ ശാന്തതയിൽ, ആ വിചിത്രമായ പരിണാമത്തിന്റെ ആഴത്തിൽ ഇഷ്ടദേവൻ നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം നിങ്ങളെ ഈ സമയത്ത് ഉണർത്തുന്നത്. നാലാമത്തെ കാരണം നിങ്ങളുടെ ശരീരത്തിനും പ്രപഞ്ചത്തിനുമിടയിലുള്ള ഊർജവും ചക്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുരാതന ഇന്ത്യൻ വൈദ്യശാസ്ത്രമായ ആയുർവേദം നമ്മുടെ ശരീരം 5 ഘടകങ്ങളാൽ നിർമ്മിതമാണെന്ന് പറയുന്നു. ഭൂമി, ജലം, അഗ്നി, വായു എന്നിവയും ആകാശവും നമ്മുടെ ശരീരത്തിന്റെ ചക്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുരാതന ഇന്ത്യൻ വൈദ്യശാസ്ത്രമായ ആയുർവേദം നമ്മുടെ ശരീരം 5 മൂലകങ്ങളാൽ നിർമ്മിതമാണെന്ന് പറയുന്നു. ഭൂമി, ജലം, അഗ്നി, വായു കൂടാതെ ആകാശം നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥവാദം, പിത്തം, കഫം എന്നീ 3 ദോഷങ്ങളുടെ സന്തുലിതാവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു. രാത്രിയിൽ, പ്രത്യേകിച്ച് പുലർച്ചെ 2 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള സമയം വാതകാലമാണ്. വാതത്തിന്റെ ലപ്പ് ചലനം ഉത്തേജിപ്പിക്കുന്നു. ശരീരത്തിൽ നിന്ന് മൂത്രവും മലവും പുറന്തള്ളുന്നതും വാതത്തിന്റെ പ്രവർത്തനമാണ്. അതായത് ശരീരം സ്വയം ആ സമയത്ത് ചലനത്തിന് തയ്യാറാണ്. ഇത് പ്രകൃതിയോട് ചേർന്നുള്ള ഒരു വിളിയാണ്. അതേസമയം ദിവ്യ ശക്തികളും അതേസമയം നിങ്ങളെ വിളിക്കുന്നു. ഈ എല്ലാ കാരണങ്ങളും നിങ്ങളുടെ പൂർവികർ, നിങ്ങളുടെ ഇഷ്ടദേവൻ, നിങ്ങളുടെ ശരീരയന്ത്രത്തിന്റെ ചലനം പ്രപഞ്ചത്തിന്റെ സമയവുമായി സമന്വയിപ്പിക്കുന്നു. എല്ലാം ചേർന്ന് പുലർച്ചെ 3 മുതൽ 5 മണി വരെ നിങ്ങൾ ഉണരുന്നത് വെറും മൂത്രമൊഴിക്കാൻ മാത്രമല്ല, ഒരു ദൈവിക വിളി ആണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ബ്രഹ്മ മുഹൂർത്തത്തിന്റെ സമയത്ത് പ്രപഞ്ചത്തിന്റെ ജീവശക്തിയായ പ്രാണൻ അതിന്റെ ഉച്ചസ്ഥായിയിൽ ആയിരിക്കും. ഈ സമയത്ത് ആ ശക്തി നിങ്ങളുടെ ശരീരത്തിലും സ്വാധീനം ചെലുത്തുന്നു, പ്രത്യേകിച്ചും വാതദോഷത്തിൽ. ഇതൊരു ക്രമരഹിതമായ ശാരീരിക ചലനമല്ല. പ്രപഞ്ചവുമായി നിങ്ങളുടെ ശരീരത്തിന്റെ സ്വാഭാവികമായ സമന്വയം, പ്രപഞ്ചശക്തിയുടെ വിനർവ് നിങ്ങളുടെ ശരീരത്തിന്റെ ഊർജത്തെയും ഉണർത്തുന്നു. അതിനാൽ വാതത്തിന്റെ ചലനം വർദ്ധിക്കുന്നു. ഇതുമൂലം നിങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ തോന്നുന്നത് പോലെ ഒരു പ്രേരണ ഉണ്ടാകുന്നു. അതായത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇത് വെറുമൊരു ശാരീരിക ആവശ്യമല്ല, നിങ്ങളുടെ ശരീരം പ്രപഞ്ച ഘടികാരവുമായി യോജിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വളരെ അത്ഭുതകരമായ സൂചനയാണിത്. പ്രപഞ്ചത്തിൽ പുറത്ത് നടക്കുന്നത് നിങ്ങൾക്കുള്ളിലും നടക്കുന്നു എന്ന് നിങ്ങളുടെ ശരീരം നിങ്ങളോട് പറയുന്നു. ഇത് ഒരു സൂക്ഷ്മമായ ആത്മീയ ബന്ധത്തിനുള്ള ഒരു അത്ഭുതകരമായ തെളിവാണ്. മൊത്തം ശരീരവും സൂക്ഷ്മമായ പ്രപഞ്ചശക്തിയും ഒരുമിക്കുന്ന ആ പ്രത്യേക നിമിഷം. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഈ അവസരം നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കും? അടുത്ത തവണ നിങ്ങൾ പുലർച്ചെ 3 മുതൽ 5 മണി വരെ മൂത്രമൊഴിക്കാൻ എഴുന്നേറ്റാൽ അതിനെ ഒരു ഭാരമായോ ശല്യമായോ കരുതരുത്. അതിനെ ഒരു അപൂർവ അവസരമായി, ഒരു ദൈവികമായ ഒരു വിളി പോലെ കാണാൻ തുടങ്ങുക. നിങ്ങൾ ഉണരുമ്പോൾ ആദ്യം ദേഷ്യം, അസ്വസ്ഥത തുടങ്ങിയ വികാരങ്ങൾ ഒഴിവാക്കുക. നിങ്ങളെ ഉണർത്തിയ ആ അദൃശ്യ ശക്തിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദിവസം ആരംഭിക്കട്ടെ. ശാന്തമായി എഴുന്നേൽക്കുക, ശുചിമുറിയിലേക്ക് പോകുക. തിരിച്ചെത്തിയ ഉടൻ കിടക്കയിലേക്ക് പോയി ഉറങ്ങാൻ ശ്രമിക്കരുത്. അത് ഇതുവരെ പലരും ചെയ്യുന്ന ഒരു തെറ്റാണ്. ഇപ്പോൾ ചെറിയ ആത്മീയ വഴികാട്ടി നിങ്ങളുടെ കൈകളിൽ കാലുകളും വായും തണുത്ത വെള്ളത്തിൽ കഴുകുക. ഇത് നിങ്ങളുടെ ഉറക്കം പൂർണ്ണമായും ഇല്ലാതാക്കും. ഉന്മേഷം അല്പം വർദ്ധിക്കും. ശേഷം നിങ്ങളുടെ വീട്ടിൽ ശാന്തമായ ഒരിടം, പൂജാമുറി, വിശാലമായ ഹാൾ അല്ലെങ്കിൽ തുറന്ന സ്ഥലം ഏതായാലും സാരമില്ല, അവിടെ ഒരു തോരണ ഇരിപ്പ് നിലയിൽ ഇരിക്കുക. വലിയ പൂജാ ചടങ്ങുകൾ ഒന്നും ആവശ്യമില്ല. കണ്ണുകൾ അടയ്ക്കുക. നട്ടെല്ല് നേരെയാക്കി വെക്കുക. ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസത്തിലും പുറത്തേക്ക് വരുന്ന
ശ്വാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഉള്ളിലേക്ക് എടുക്കുന്ന വായു സാധാരണ വായുവല്ല. ബ്രഹ്മമുഹൂർത്തത്തിന്റെ ദിവ്യമായ ഊർജം നിങ്ങളുടെ ഓരോ കോശങ്ങളെയും ശുദ്ധീകരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ശ്വാസം പുറത്തുവിടുമ്പോൾ നിങ്ങളുടെ ആകുലതകൾ, അസുഖങ്ങൾ, ക്ഷീണങ്ങൾ എല്ലാം പുറത്തുപോകുന്നത് മനസ്സിൽ സങ്കൽപ്പിക്കുക. കുറച്ച് മിനിറ്റുകൾ ഈ മൗനത്തിൽ ഇരിക്കുക. പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ കേൾക്കുന്നവരായിരിക്കുക. ഒരുപക്ഷേ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പുതിയ ആശയം തോന്നിയേക്കാം. ദീർഘനാളായി കുഴങ്ങി ഇരുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം അറിഞ്ഞേക്കാം. ഒരു ആഴത്തിലുള്ള ശാന്തത നിങ്ങളുടെ ഉള്ളത്തെ നനച്ചേക്കാം. ഈ സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതയെ ധ്യാനിക്കാം. ഓം എന്ന മന്ത്രം മൃദുലമായ ശബ്ദത്തിൽ ഉച്ചരിക്കാം. ഓം ശബ്ദം പ്രപഞ്ച ശബ്ദവുമായി ലയിച്ച് നിങ്ങളുടെ മനസ്സിനെ പല മടങ്ങ് ഉയർത്തും. ഈ സമയത്ത് നിങ്ങളുടെ പൂർവികരെയും ഓർക്കുക. നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരു ലളിതമായ പ്രാർത്ഥന പറയുക. ഓ എന്റെ പൂർവികരെ, ഞാൻ നിങ്ങളെ വണങ്ങുന്നു. നിങ്ങളുടെ ആശീർവാദങ്ങളെ എനിക്കും എന്റെ കുടുംബത്തിനും അനുഗ്രഹിക്കൂ. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി എന്നെ ക്ഷമിക്കൂ. ഈ അത്ഭുതകരമായ സമയം നിങ്ങളുടെ ആത്മാവിന്റെ ഉണർവിനും നിങ്ങളുടെ പൂർവികരുടെ അനുഗ്രഹത്തിനും നിങ്ങളുടെ ഇഷ്ടദേവനുമായുള്ള ബന്ധത്തിനും ലോകത്തിനും അതിനപ്പുറമുള്ള ആഴത്തിലുള്ള ശാന്തതയിലേക്കുള്ള ഒരു കവാടമായി അത് മാറുന്നു. അതിനാൽ അടുത്ത തവണ നിങ്ങളുടെ ഉറക്കം തടസ്സപ്പെട്ടാൽ ഉറക്കത്തിനു ശേഷം ഉറങ്ങുന്നതിനു പകരം നിങ്ങൾക്കുള്ളിൽ ഉണരുക. വിശ്വസിക്കൂ, നിങ്ങളുടെ ആ ചെറിയ ആത്മാർത്ഥമായ പ്രാർത്ഥന ഉടനടി നിങ്ങളുടെ പൂർവികരിൽ എത്തിച്ചേരും. അവർ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഓരോ പ്രതിസന്ധിയിൽ നിന്നും സംരക്ഷിക്കും. തുടക്കത്തിൽ നിങ്ങളുടെ മനസ്സ് വേദനിച്ചേക്കാം. വീണ്ടും ഉറക്കത്തിൽ എഴുന്നേൽക്കാം. പക്ഷേ ഉപേക്ഷിക്കരുത്. 5 മിനിറ്റോ 10 മിനിറ്റോ മുതൽ ആരംഭിക്കുക. എല്ലാ ദിവസവും ഈ സമയത്ത് ശാന്തമായി ഇരിക്കാൻ നിങ്ങളുടെ മനസ്സും ശരീരവും സ്വയം പ്രവർത്തിക്കാൻ തുടങ്ങും. ഇത് ഒരു പ്രായോഗിക ആത്മീയ യാത്രയാണ്. നിങ്ങൾ ദൃഢനിശ്ചയത്തോടെ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ആത്മാവിനെ ഉണർത്തും. ഓരോ ദിവസവും നിങ്ങൾ ഈ രീതി പിന്തുടരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. നിങ്ങളുടെ മുഖത്ത് ഒരു ദിവ്യമായ പ്രകാശമുണ്ട്. അനാവശ്യമായ ഉത്കണ്ഠകളും ഭയങ്ങളും പതിയെ ഇല്ലാതാകുന്നു. നിങ്ങളുടെ തീർപ്പാക്കാത്ത ജോലികൾ ചിലർ പറയാതെ തന്നെ പൂർത്തിയാകുന്നു. ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. ഉപദേശം ചോദിക്കും. അതിരാവിലെ ഉണർന്നിരിക്കുന്നതിലൂടെ ഭാവി സംഭവങ്ങളെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച നിങ്ങളിൽ ഉണരാൻ തുടങ്ങും. ഇത് അന്ധവിശ്വാസമല്ല. ഇത് ഊർജത്തിന്റെ ശാസ്ത്രമാണ്. പ്രപഞ്ചം അതിന്റെ മുഴുവൻ ശക്തിയും ചൊരിയുന്നു. സമയത്ത് നിങ്ങൾ ആ അവസരം പൂർണ്ണമായി ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആളുകൾ ജീവിതകാലം മുഴുവൻ തേടുന്ന ആഴത്തിലുള്ള മനസ്സിൽ ഒളിപ്പിച്ച നിധിയിലേക്കുള്ള താക്കോൽ നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ദിവസവും പ്രപഞ്ചം നിങ്ങളുടെ വാതിലിൽ മുട്ടുന്നു. ഉണരൂ എന്ന് വിളിക്കുന്നു. നിങ്ങൾ ഇതുവരെ അത് ശ്രദ്ധിക്കാതെ വിട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ രാത്രി ഉറക്കം ഒരു പ്രശ്നമല്ല. അതാണ് നിങ്ങളുടെ ധാരണ. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമായി മാറുന്നു. നിങ്ങൾ ഒരു സാധാരണ മനുഷ്യനല്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, ജോലി ചെയ്യുക, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക എന്നത് മാത്രമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉന്നതമായ ലക്ഷ്യമുണ്ട്. ഒരു ആത്മീയ ലക്ഷ്യമുണ്ട്. ഇപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ ആദ്യ ചുവട് വെക്കേണ്ട സമയമായിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട. അതിനെ പൂർണ്ണമായി സ്വീകരിക്കുക. ഈ വിളി നിങ്ങൾക്കായി പ്രത്യേകമായി അയച്ച പ്രപഞ്ചത്തിന്റെ പ്രണയലേഖനം
അത് തുറക്കുക, അത് വായിക്കുക, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കുക. അതിനുശേഷം നിങ്ങളുടെ ജീവിതം ഒരിക്കലും പഴയതുപോലെ ആകില്ല. ഉള്ളിൽ നിന്ന് സമാധാനം, പുറത്തു നിന്ന് വിജയം, ആത്മാവിൽ നിന്ന് സംതൃപ്തി, ഇവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ജനിക്കാൻ തുടങ്ങും. അതിനാൽ അടുത്ത തവണ രാത്രിയുടെ നിശബ്ദതയിൽ 3 മണി മുതൽ 5 മണി വരെ നിങ്ങളുടെ കണ്ണുകൾ താനെ തുറക്കുമ്പോൾ അത്ഭുതപ്പെടേണ്ട പുഞ്ചിരിയോടെ നിങ്ങളുടെ ഉള്ളിൽ പറയുന്നു, ഇത് ആരുടെ വിളിയാണെന്ന് എനിക്കറിയാം, ഞാൻ തയ്യാറാണ്. ഈ അറിവും ഈ രഹസ്യവും നമ്മുടെ പൂർവികരാൽ നമുക്ക് നൽകപ്പെട്ടതാണ്. ഇത് നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന വിശുദ്ധ അറിവാണ്. ഇന്ന് ആ അറിവിന് ഒരു ചെറിയ മുത്ത് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വച്ചിരിക്കുന്നു. ഈ കഥയുടെ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയോ? ഈ വീഡിയോ നിങ്ങളിൽ ഒരു വെളിച്ചം ചേർത്തോ? അങ്ങനെയെങ്കിൽ ഈ അറിവ് നിങ്ങൾക്കുള്ളിൽ മാത്രം വെച്ചുകൊണ്ടിരിക്കരുത്. ആർക്കറിയാം, നിങ്ങളുടെ നഗരത്തിൽ ആരോ ഒരാളുടെ ഉറക്കത്തിനുള്ളിൽ ഒളിഞ്ഞിരുന്ന് ഭാഗ്യം ഉണരുന്ന സമയത്ത് ഒരു ആത്മീയ കവാടമായി തുറക്കാം. നിങ്ങളുടെ ഒരു ക്ലിക്ക് ആരോ ഒരാളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റം വരുത്തിയേക്കാം.